എന്തുകൊണ്ടാണ് കുട്ടികളിൽ അനുസരണാശീലം ഇല്ലാതാകുന്നത്? അതായത് ചില കുട്ടികൾക്ക് റൂൾസൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നമ്മൾ എന്തെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ള വാശിയുണ്ടാകും. അതായത് ഇപ്പോൾ ഉറങ്ങുന്ന ഒരു ടൈമാണെന്ന് വെക്കാം. ആ ടൈമിൽ കുട്ടികൾ കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞാലോ ചില പാരൻസ് ഓക്കെ പറയും, ചിലർ നോ പറയും. പാരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയാതെ ഓക്കെ കുറച്ച് നേരം കൂടി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ റൂൾസൊക്കെ ഫ്ലെക്സിബിൾ ആണെന്ന് മനസ്സിലാക്കും. ഇങ്ങനെയുള്ള ഒരു കുട്ടി സ്കൂൾ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും? സ്കൂളിൽ വേണമെങ്കിൽ അവർ ഹോംവർക്ക് ചെയ്യാതെ പോകും. കാരണം വീട്ടിൽ അവർ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ തോന്നുന്നില്ല എന്ന്. അപ്പോൾ പാരൻറ്റ് പറയും ഓക്കെ ഇന്നത്തേക്ക് ചെയ്യേണ്ടെന്ന്. സോ കുട്ടികൾ ഹോംവർക്ക് ചെയ്യില്ല. ടീച്ചർ ഈ ഒരു വിഷയം പാരൻസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാരൻറ്റ് കുട്ടീനെ കറക്റ്റ് ചെയ്യാതെ ടീച്ചറിനെ ബ്ലെയിം ചെയ്യും. പിന്നെ എൻ്റെ കുട്ടി സെൻസിറ്റീവ് ആണെന്നും അവൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആകരുതെന്നും പറയുന്നു. പതുക്കെ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി പഠിക്കാൻ അവിടെ കഴിയാതാവുകയാണ് ചെയ്യുന്നത്. ചില പാരൻസ് കുട്ടികൾ അപ്സെറ്റ് ആകുമെന്ന് കരുതിയിട്ട് അവർക്ക് ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാറില്ല. അതായത് അവരെന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുന്നു. കുട്ടി റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് റൂഡായിട്ട് സംസാരിച്ചാലും കുട്ടീനെ കറക്റ്റ് ചെയ്യാറില്ല. കുട്ടി രാത്രി എത്ര വൈകി കിടന്നാലും കൃത്യമായൊരു ബെഡ് ടൈമും സെറ്റ് ചെയ്യാറില്ല. അതുപോലെ കുട്ടി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഈ ഫുഡ് വേണ്ട എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേറെ ഫുഡ് ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ ബൗണ്ടറീസ് ഒന്നും തന്നെ മനസ്സിലാക്കാതെയാണ് വളരുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കും. കാരണം ഇവർക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഇവരുടെ ടേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും റൂൾസ് ഫോളോ ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാകില്ല. എന്തായിരിക്കും ഇതിനൊക്കെയുള്ള കാരണം? കുട്ടികൾ സ്ഥിരമായിട്ടുള്ള റൂൾസും ക്ലിയർ ലിമിറ്റ്സും ഇല്ലാതെ വളരുമ്പോൾ അവർക്ക് സെൽഫ് കൺട്രോളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഇത്തരം പാറ്റേൺസ് കണക്ട് ചെയ്യുന്നത് പെർമിസീവ് പാരൻറ്റിങ്ങിനോടാണ്. ഇത്തരം പാരൻസ് വളരെയധികം ലവിങ്ങും കെയറിങ്ങും ആയിരിക്കും. അതുപോലെ ഇവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നും സെറ്റ് ചെയ്യാറില്ല. സ്ഥിരമായിട്ടുള്ളൊരു ഡിസിപ്ലിനും സെറ്റ് ചെയ്യാറില്ല. കുട്ടി വിഷമിക്കരുതെന്ന് കരുതിയിട്ട് അവരുടെ ഡിമാൻഡ്സൊക്കെ വേഗം നടത്തി കൊടുക്കുന്ന പാരൻസ് ആയിരിക്കും ഇവർ. അവർക്ക് ഒരു അതോറിറ്റി ഫിഗർ ആയിരിക്കുന്നതിനും പകരം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ ഒരു പാരൻറ്റിങ്ങിൽ പാരൻസ് വളരെയധികം സ്നേഹവും സപ്പോർട്ടീവും ഉള്ളവരാണ്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്നേഹം മാത്രമല്ലല്ലോ കുട്ടി വളർന്നു വരുമ്പോൾ വേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സ്നേഹം വേണം, ക്ലിയർ ആയിട്ടുള്ള റൂൾസ് വേണം, സ്ഥിരമായിട്ടുള്ള ഒരു ലിമിറ്റ്സ് വേണം, അതുപോലെ ഗൈഡൻസും വേണം. ഇങ്ങനെ ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, പകരം അവരൊന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് വളരാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടായിരിക്കും പാരൻസ് ഇങ്ങനെ ആകുന്നത്? ചില പാരൻസ് ഇൻറ്റൻഷനലി ഇങ്ങനെ ചെയ്യുന്നതല്ല. ചില വർക്ക് ചെയ്യുന്ന പാരൻസിന് കുറ്റബോധം ഉണ്ടാവും. കാരണം അവർ കരുതും താൻ തൻ്റെ കുട്ടിയോടൊപ്പം ആവശ്യത്തിന് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെന്ന്. ആ ഒരു ഗിൽറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുട്ടിയോട് നോ പറയുന്നത് വേണ്ടെന്ന് വെക്കും. അതുപോലെ തൻ്റെ കുട്ടിക്കാലം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നതും അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്ത് ഒരിക്കലും സ്ട്രിക്റ്റ് ആകില്ലെന്ന് ഡിസൈഡ് ചെയ്യുന്ന പാരൻസും ഉണ്ടാകും. അതുപോലെ കുട്ടി വിഷമിക്കുമെന്ന് കരുതിയിട്ട് നോ പറയുന്നത് അവോയ്ഡ് ചെയ്യുന്ന പാരൻസും ഉണ്ടാകും. ഗ്രാജുവലി കുട്ടി വളരുന്നതിനൊരു സ്ട്രക്ചർ ഇല്ലാതെയാകും. സ്നേഹവും നിയന്ത്രണവും തമ്മിലുള്ള സമത്വം എങ്ങനെയാണ് നമ്മൾ പാലിക്കേണ്ടത്? അപ്പോൾ പാരൻസ് കുട്ടികളോട് സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കണം. പക്ഷേ അതോടൊപ്പം ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസും ഉണ്ടായിരിക്കണം. നോ പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അത് കാമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പറയണം. റൂൾസൊക്കെ കുറവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉള്ള റൂൾസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഇന്ന് പറഞ്ഞിട്ടുള്ളത് നാളെ മാറ്റി പറയരുത്. എങ്ങനെ നമുക്ക് കുട്ടികൾക്കുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം? പല പാരൻസും വിചാരിക്കുന്നത് പരിധി എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആകുന്നു എന്നാണ്. പക്ഷേ പരിധികൾ എന്നത് വ്യക്തമായതും സ്ഥിരമുള്ളതും സ്നേഹം നിറഞ്ഞതും ആണ്. ബൗണ്ടറീസ് വെക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള റൂൾസാണ്. അതായത് നന്നായി പെരുമാറണമെന്ന് പറയുന്നതിന് പകരം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുതെന്നും 6 മണിക്കുള്ളിൽ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കണമെന്നും. അതായത് റൂൾസിൽ അവർക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു ഡേ സ്ട്രിക്റ്റ് ആയിരിക്കുക, അടുത്ത ദിവസം സ്ട്രിക്റ്റ് ആവാതെ ഇരിക്കുക. ഇങ്ങനെയാണെങ്കിൽ കുട്ടി റൂൾസ് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. മൂന്നാമത്തെ കാര്യം പറയുന്നത് കാമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഷൗട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ പേടി ഉണ്ടാക്കിയുള്ളൂ. പകരം ശാന്തമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഫോർത്ത് വൺ പറയുന്നത് നാച്ചുറൽ കോൺസിക്വൻസസ് ആണ്. അതായത് ഹോംവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ടീച്ചർ വാൺ ചെയ്യും. അത് കുട്ടി തന്നെ ഫീൽ ചെയ്യണം. ഓരോ തെറ്റിലും പാരൻസ് ഇടപെടുമ്പോൾ അവരിൽ ഉത്തരവാദിത്തം വളരില്ല. അപ്പോൾ സ്വന്തം സ്വഭാവത്തിൻ്റെ റിസൾട്ട് ഉത്തരവാദിത്തം ഉണ്ടാക്കുന്നുണ്ട്.